എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാനൊരു ഐഡിയ ലോയർ ഒരു എക്സാക്ട് ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നമ്മൾ എന്തായാലും കാണും. ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണണം. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. താങ്കളും വന്നിരിക്കുകയാണ്. സന്തോഷായല്ലോ. പിന്നെ ഇതിലെന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാം നമുക്ക് കാണാം. കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ അവനെ? നമുക്ക് കാണാം. അത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. നമുക്ക് കാണാം. അത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ. നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. അത് വ്യാജ പരാതിയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ്? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ